ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗണപതയേ നമഃ. ഓം ഭദ്രകാളി മൂർത്തയേ നമഃ. ഓം ശംഭുവായ നമഃ. ഭാരതത്തിലെ അതിപുരാതനമായ ശ്രീ വിഷ്ണുമായ സേവാക്ഷേത്രം കരുവന്നൂർ കാരണയിൽ ദേവസ്ഥാനം. ഈ 1200 ആണ്ട് മേടമാസം 1 തീയതി മുതൽ അടുത്ത വിഷു വരെയുള്ള വാർഷിക ഫലം നമ്മൾ പരിശോധിക്കുകയാണ്. 12 രാശികളിലായി 27 നക്ഷത്രങ്ങൾ സർവ ചരാചരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ എല്ലാ മേഖലകളിലെയും ഫലത്തെ കൊടുത്തുകൊണ്ട് രാശിമണ്ഡലത്തിൽ വിരാജിക്കുന്ന ആ മഹത് ചൈതന്യം നമുക്ക് മനുഷ്യരുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് പരിശോധിക്കാം. മേടക്കൂറ് 3 നക്ഷത്രങ്ങളാണ്: അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ 3 നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. മേടക്കൂറ് ആദ്യത്തെ രാശി ആണ്. അതിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ കാര്യം നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിശോധിക്കാം. പൊതുഫലത്തിൽ അശ്വതി നക്ഷത്രക്കാർ വളരെ ശുദ്ധമനസ്കരും കാര്യപ്രാപ്തിയുള്ളവരും ഭാവഗാംഭീര്യമുള്ളവരും ജന്മനാ തന്നെ ഉന്നതമായ കുലശ്രേഷ്ഠതയും സൗന്ദര്യവും എല്ലാ കാര്യത്തിലുമുള്ള പ്രാപ്തിയും വളരെ മാന്യമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുകയും വളരെ സന്തോഷത്തോടു കൂടിയ ഒരു ജീവിതം നയിക്കുന്നവരായിട്ടുമാണ് നമ്മൾ പൊതുവെ കാണുന്നത്. പിന്നെ മനുഷ്യ സഹജമായ ചില്ലറ ദോഷങ്ങൾ എല്ലാവർക്കും ഉള്ളതുപോലെ അവർക്കും ഉണ്ട്. അത് വിശദമായിട്ട് നമുക്ക് നോക്കണ്ട. പക്ഷേ പൊതുവിൽ വളരെ ഉത്തമ നക്ഷത്രങ്ങളിൽപ്പെട്ടതും ആദ്യത്തെ നക്ഷത്രവും എന്നുള്ള നിലയിൽ അശ്വതി നക്ഷത്രത്തിന് എല്ലാ രീതിയിലും ഒരു പ്രാധാന്യം പറയുന്നുണ്ട്. അതിൽ തന്നെ അശ്വതിയുടെ ആദ്യകാലങ്ങൾ അത്ര അനുകൂലമല്ല. പിൽക്കാലങ്ങളിൽ സ്വന്തം പരിശ്രമം കൊണ്ട് നല്ല നിലയിലെത്തുന്നവരും പോലീസ്, മിലിറ്ററി തുടങ്ങിയ മേഖലകളിൽ, നീതിന്യായ മേഖലകളിൽ ഒക്കെ പ്രശസ്തരായ പല ആളുകളും ഈ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവർക്ക് പരോപകാര തൽപരതയും നല്ല സാമൂഹ്യ ബന്ധവും സുഹൃത്ത് വലയവും എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുകയും സന്തോഷവാന്മാരാക്കുകയും ചെയ്യുന്നതിനുള്ള താല്പര്യവും ഒക്കെ ഇവരുടെ പ്രത്യേകതയായിട്ട് നമ്മൾ അറിയാം. ഇവർക്ക് ഈ വർഷം പൊതുവെ വിഷുഫലം വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പൊതുവെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുക, സ്ഥലം മാറ്റവും ഇടയ്ക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അത് കുറച്ചുകൂടി നല്ല രീതിയിൽ വരാനുള്ള സാധ്യത കാണും. അതോടൊപ്പം നല്ല ഭക്ഷണ സൗഖ്യം കിട്ടുക, സൗഹൃദ വലയം കൂടുതൽ വിപുലമാക്കുക, ഔദ്യോഗികമായിട്ട് ചില യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരിക, ചിരകാലമായി പൂർത്തിയാകാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ പൂർത്തിയാക്കുക തുടങ്ങി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറേ അധികം സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും.
Happy Peanut Butter, a healthy source of protein. ഒരു ചിങ്ങം കന്നിമാസം മുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് വരുന്നതായിട്ടും നമുക്ക് പറയാം. അടുത്ത കുംഭം മീനം മാസങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. പൊതുവായിട്ട് ഈ കൂറുകാർക്ക് ഏഴര ശനിയുടെ ആരംഭം ആണ് എന്നുള്ളത് അല്പം കാര്യഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഏഴര ശനി എല്ലാ ആളുകളെയും വിഷമിപ്പിക്കുന്നതാകാനുള്ള സാധ്യത കൂടുതലാണ്. യഥാർത്ഥത്തിൽ ശനിയല്ല, നാം തന്നെ പൂർവജന്മങ്ങളിൽ ചെയ്ത പുണ്യപാപഫലങ്ങളിൽ പാപഫലങ്ങൾ മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാം ചെയ്യാം. അതിൽ പാപഫലങ്ങൾ ഉഗ്രനക്ഷത്രങ്ങളായ ശനി, ചൊവ്വ, രാഹു ഇവരിൽ കൂടിയാണ് നമ്മളിലേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗ്രഹങ്ങൾ നിരുപദ്രവകാരികളാണ്. നമ്മളുടെ തന്നെ പൂർവകർമ്മ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ പുണ്യപാപഫലങ്ങളും. അതിനാൽ നമ്മൾ ഓരോരുത്തരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് കർമ്മത്തിൻ്റെയും ഫലം നാം തന്നെ അനുഭവിച്ചേ കഴിയും. ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുക, ഇതിൻ്റെ ഗുണദോഷഫലങ്ങൾ നാം തന്നെ അനുഭവിക്കണം. ഭാര്യയോ കുട്ടികളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും തന്നെ ഈ ഫലം അനുഭവിക്കാൻ ഉണ്ടാവില്ല, ഉണ്ടായിട്ട് കഥയുമില്ല. നാം തന്നെ അനുഭവിക്കണം. അപ്പോൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും നാം ഇത് മനസ്സിലാക്കി ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഏഴര ശനിക്കാലവും വളരെ നിരുപദ്രവകരമായി തരണം ചെയ്യാൻ നമുക്ക് കഴിയും. പിന്നെ മനുഷ്യ സാധാരണമായ തെറ്റുകൾ സംഭവിക്കാം. നാം നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും മനസ വാച കർമ്മണ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിലുള്ള ദോഷഫലങ്ങൾ ഏഴര ശനിക്കാലത്ത്, അതുപോലെ ക്രൂരമായ കർമ്മങ്ങളോ ഒക്കെ ചെയ്തെങ്കിൽ അതിൻ്റെ ക്രൂരമായ ഫലം തന്നെ നാം അനുഭവിക്കേണ്ടതായി വരും. അത് എല്ലാ മനുഷ്യർക്കെന്നല്ല സർവ്വജീവജാലങ്ങൾക്കും ഈ നിയമം ബാധകമാണ്. ഏഴര ശനിക്കാലത്ത് ഇത് അതാത് സമയത്ത് നമുക്കതിൻ്റെ ഫലം തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കഴിവതും നമ്മൾ മുൻജന്മങ്ങളിലെ പാപകർമ്മങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കുക. സജ്ജന സംസർഗം, ഈശ്വരാഭിമുഖ്യം, വ്രതാദികൾ, സൽക്കർമ്മങ്ങൾ, സത്യം, ദാനം, ധർമ്മം, നീതി, ക്ഷമ, അഹിംസ തുടങ്ങിയ സദ്ഗുണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മുജ്ജന്മ പാപങ്ങളിൽ നിന്ന് ശക്തി ക്ഷയിപ്പിക്കുക. കൂടുതൽ നന്മയിലേക്ക് പോകാൻ നമ്മൾ ഈ ജന്മത്ത് ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ വരുന്ന ഓരോ വിഷുവും നമുക്ക് കൂടുതൽ സന്തോഷപ്രദമാക്കാൻ കഴിയും. ഭരണി നക്ഷത്രം, അടുത്തത് ഭരണി നക്ഷത്രമാണ്, രണ്ടാമത്തെ നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ പൊതുവെ വളരെ സൗമ്യരും ശാരീരികമായി ഇടയ്ക്കിടയ്ക്ക് ക്ഷീണിതരും, പൊതുവെ സമൂഹത്തിൽ അല്പം പിൻവലിവ് കാണിക്കുന്നവരും, എന്നാൽ സഹൃദയരും മതപരമായ നിഷ്ഠയുള്ളവരും, വളരെ സൗഹൃദം, മറ്റുള്ള ബന്ധങ്ങൾ ഒക്കെ വളരെ സൂക്ഷിക്കുന്നവരും എല്ലാവർക്കും പ്രിയപ്പെട്ടവരും ആയിരിക്കും. കൂടാതെ ഈ മേഖല എന്ന് പറയുമ്പോൾ മെഡിക്കൽ രംഗം, എഞ്ചിനീയറിംഗ് രംഗം, പട്ടാളം, പോലീസ് തുടങ്ങിയ
ഇവ കൂടാതെ മുൻപ് പറയുമ്പോൾ കാക്കി വസ്ത്രം എന്ന് പറയാം ധരിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ചൊവ്വായ ഗ്രഹത്തിൻ്റെ സ്വക്ഷേത്രമായ മേടൻ രാശിയുടെ ശക്തി കൊണ്ട് ഈ മേഖലകളിൽ തൊഴിൽ കിട്ടുന്നതിനും തൊഴിൽ കിട്ടിയവർക്ക് പ്രമോഷൻ കിട്ടുന്നതിനും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥാനം മാറി പുതിയ മേഖലകളും പുതിയ ഇടങ്ങളും കണ്ടെത്തുന്നതിനുമൊക്കെ ഈ വർഷം വളരെ അനുകൂലമാണ്. ഭൂമി, കൃഷി തുടങ്ങിയ മേഖലകളിലും ഭരണി നക്ഷത്രക്കാർക്ക് താല്പര്യം കൂടും. അതുപോലെ മൃഗപരിപാലനം തുടങ്ങിയ മേഖലകളിലും ഇവർക്ക് താല്പര്യം, അതുപോലെ തൊഴിൽ കിട്ടാനുള്ള സാധ്യത. അങ്ങനെ പൊതുവിൽ ഭരണി നക്ഷത്രക്കാർക്കും ഈ വർഷം വിഷുഫലം വളരെ അനുകൂലമാണെന്ന് പറയാം. അടുത്തതായി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടൻ രാശിയിൽ വരുന്ന കാൽഭാഗം വളരെ നല്ല നക്ഷത്രമാണ് കാർത്തിക. എല്ലാം നല്ലത് തന്നെ. കാർത്തിക കീർത്തി കേൾക്കുന്നു പണ്ട് ഒരു ചൊല്ലുണ്ട്. കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ആരോഗ്യം, പ്രസന്നത, എന്തും ചെയ്യാനുള്ള ഉത്സാഹം, മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ഒരു മനോധർമ്മം, അന്യരെ വളരെ വേഗത്തിൽ സ്വന്തം വശത്ത് കൊണ്ടുവരുന്നതിനും നേതൃത്വ ഗുണം കാണിക്കുന്നതിനും, അതുപോലെ ഏത് സാഹചര്യവുമായി പെട്ടെന്ന് ഇണങ്ങിപ്പോകുന്നതിനും പ്രത്യേകം കഴിവ് ഈ നാടുകാർക്കുണ്ട്. ഇതിൽ ചിലർക്കെങ്കിലും ഒന്നിലധികം വീടുകളുള്ളതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണ് ഇവർ. സ്വന്തം പരിശ്രമം കൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ വിജയിക്കുക, ആരോടും പരിഭവമോ പരാതിയോ വിരോധമോ ഒന്നുമില്ലാതെ സ്വന്തം കാര്യം നിഷ്ഠയോടുകൂടി നമുക്ക് കിട്ടിയ ജന്മം പരമാവധി സഹായിക്കുക എന്ന ചിന്താഗതി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇവർ ഈ വർഷം വളരെയധികം വിജയിക്കുകയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഭാവിയിലും ഉണ്ടാകുന്നതിന് അടിസ്ഥാനമാകാനും ഈ വർഷം അനുകൂല സ്ഥിതി കാണുന്നു. അശ്വതി, ഭരണി, കാർത്തികക്കാൽ നക്ഷത്രങ്ങളുടെ മേടക്കൂറിലെ ഫലങ്ങളാണ് നമ്മൾ നിരൂപണം ചെയ്തത്. രണ്ടാമത്തെ കൂറായ ഇടവമാണ് നമ്മൾ പരിശോധിക്കുന്നത്. മുൻപ് പറഞ്ഞ കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി 30 നാഴിക, ഇവയാണ് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. പൊതുവെ കാർത്തിക നക്ഷത്രത്തിൻ്റെ മുൻപറഞ്ഞ ഫലങ്ങൾ ആവർത്തിക്കുന്നില്ല. അടുത്ത രോഹിണി നക്ഷത്രം ഉത്തമ നക്ഷത്രങ്ങളിൽപ്പെട്ടതും വളരെ എല്ലാ നല്ല കാര്യങ്ങൾക്കും മുഹൂർത്തം കുറിക്കുന്നതിനും മറ്റെല്ലാ വിശേഷത്തിനും പ്രഥമഗണനീയമായ സ്ഥാനം രോഹിണി നക്ഷത്രത്തിനുണ്ട്. ആ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ നിൽക്കുന്നവരും സജ്ജനങ്ങളുമായിട്ടും മതപരമായ കർമ്മങ്ങളുമൊക്കെയായിട്ട് വളരെയധികം ബന്ധപ്പെടുന്നവരും വളരെയധികം സാംസ്കാരികമായ ഔന്നത്യം പുലർത്തുന്നവരും സന്തോഷപ്രദമായ ജീവിതം നയിക്കുന്നവരും സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കുന്നതിൽ പ്രാവീണ്യമുള്ളവരും വളരെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട്
എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവരും നേതൃത്വ സ്ഥാനം എങ്ങനെയും കരസ്ഥമാക്കുന്നതിന് മിടുക്കുള്ളവരും, അങ്ങനെ പല പല ഗുണങ്ങളും ഇവരിൽ മുന്നിട്ട് നിൽക്കുന്നവരാണ്. അതുപോലെ മകയിരം ആദ്യത്തെ പകുതി. മകയിരം നക്ഷത്രക്കാർ പൊതുവെ നല്ല ചുറ്റുപാടുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും കുറേ അധികം കഷ്ടപ്പെടുന്നതിന് തൽപരരും, അതുപോലെ നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ താല്പര്യമുള്ളവരും, പൊതുവിൽ നല്ല നല്ല കാര്യങ്ങളോട് ആഭിമുഖ്യം പുലർത്തുക, മറ്റുള്ളവരെ അതിൽ പ്രേരിപ്പിക്കുക, സ്വന്തം സുഖം മാത്രം നോക്കാതെ പോവുക ഒക്കെ ചെയ്യും. ജീവിതത്തിൽ ചില ഉയർച്ച താഴ്ചകൾ ഇവരിൽ കാണുന്നുമുണ്ട്. ഇത് പൊതുഫലമാണ്. പൊതുവിൽ ഇടവക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രങ്ങൾക്ക് ഈ വർഷം വളരെ 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 ഗുണം ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇടവക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ചില ഗുണഫലങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് പ്രമോഷൻ, എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ അല്ലാതെ തന്നെ ഗാർഹികമായിട്ടും ഒക്കെ ചെയ്യാൻ കഴിയുക, കാലക്രമത്തിൽ ചെയ്യാമെന്ന് ധരിച്ച് നീട്ടിവച്ചിരുന്ന പല കാര്യങ്ങളും ഈ വർഷം ഒരു തടസ്സവും കൂടാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ചെയ്യാൻ കഴിയുക, ഗൃഹത്തിൽ സന്തോഷം നിറയുക, എല്ലാ രീതിയിലും സന്തോഷപ്രദമായ ഒരു വർഷം നയിക്കാൻ ഈ നക്ഷത്രക്കാർക്ക്, ഇടവക്കൂറുകാർക്ക് ഈ വർഷം കഴിയും. സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, അപ്രതീക്ഷിതമായ മറ്റ് ചില സ്ഥാനങ്ങളിൽ നിന്ന് ഒക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സന്തോഷമുണ്ടാകുന്നതിനുള്ള സാധ്യത വിഷുഫലത്തിൽ കാണുന്നു. എങ്കിലും അല്പം ഒരു ദോഷപരിഹാരം എന്നുള്ള നിലയിൽ രാഹുപ്രീതിക്കായി 100 പാലം നടത്തുന്നത് ഉത്തമമായിട്ട് കാണും. മറ്റു വലിയ ദോഷങ്ങളില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ സർവേശ്വരകാരകൻ വ്യാഴം ആണല്ലോ. ആ വ്യാഴപ്രീതിക്കായിട്ട് മാസത്തിൽ ഏതെങ്കിലും ദിവസം ഗൃഹനാഥൻ്റെ പേരിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് നടത്തുന്നത് വളരെ ഉത്തമമാണ്. ദോഷകാലം മാത്രം നമ്മൾ ഈശ്വരനെ ആശ്രയിച്ചാൽ പോരല്ലോ. നല്ല കാലങ്ങളിലും ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുക, സജ്ജനങ്ങളുമായി സഹകരിക്കുക, നിത്യവും ധാർമ്മികമായ കാര്യങ്ങളൊക്കെ ചെയ്യുക, കഴിയുന്നത്ര മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെ ഉത്തമ ഗുണങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. കൂടുതൽ ദോഷഫലങ്ങളുടെ ശക്തി കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അത് സഹായിക്കും. അടുത്തതായി മിഥുനക്കൂറാണ് നമ്മൾ പരിശോധിക്കുന്നത്. മിഥുനക്കൂറിൽ മകയിരത്തിൻ്റെ ബാക്കി 30 നാഴിക വരുന്ന ഭാഗം, തിരുവാതിര, ഉണർന്ന മുക്കാൽ, ഇവയാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. പൊതുവേ ഈ കൂറുകാർക്കും ഈ വിഷുഫലം വളരെ ഉത്തമമായിട്ട് തന്നെ പറയാം. ഈശ്വരാധീനമുണ്ട്. ദുരിതദുഃഖങ്ങളുടെ ഗ്രഹങ്ങൾ പൊതുവെ ഇഷ്ടത്തിലാണ്. കണ്ടകശനി അല്പം ഉണ്ടെങ്കിലും വലിയ ദോഷം ചെയ്യുകയില്ല. എങ്കിലും ചെറിയ സ്ഥലം മാറ്റം, ചെറിയ രോഗങ്ങൾ, ഇങ്ങനെ നിസ്സാരമായ ചില കാര്യങ്ങൾ അലട്ടും. പ്രത്യേകിച്ച് വലിയ ഭയപ്പെടേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. വിഷുഫലം മിഥുനക്കൂറുകാർക്കും വളരെ ഉത്തമമായ രീതിയിൽ കടന്നു പോകും. അടുത്ത വർഷത്തെ വിഷുഫലവും നമുക്ക് കുറേ കൂടി മെച്ചമാക്കാൻ ഇപ്പോഴേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ഗുണമായിട്ട് വരും. അടുത്തതായിട്ട് ഈ
മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവത്തിൽ മകയിരത്തിൻ്റെ പറഞ്ഞു തിരുവാതിര നക്ഷത്രം ചില പ്രത്യേകതകളുണ്ട്. അമിതമായ സംസാരപ്രിയം, അതിൽ കൂടി സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഉണ്ടാക്കാൻ കഴിയും. സ്വന്തം കാര്യസാധ്യത്തിന് അല്പം വളഞ്ഞ വഴി സ്വീകരിക്കുന്നതിനും മടിയില്ലാത്ത നക്ഷത്രക്കാരായിട്ടാണ് ഇവരെ കാണുന്നത്. എങ്കിലും വളരെയധികം മാതാപിതാക്കളുടെ സ്നേഹവും ആത്മാർത്ഥതയുള്ളവരും തൊഴിൽ രംഗത്ത് അർഹിക്കുന്നതിൽ കൂടുതൽ ആദരം കിട്ടുന്നവരും കൂടുതൽ ഉയരങ്ങളിലെത്തുന്നതിന് പ്രയത്നിക്കുന്നവരും ഉയർന്ന സങ്കല്പങ്ങളും പ്രതീക്ഷകളും വെച്ച് പുലർത്തുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ. ശാരീരികമായിട്ട് ചില രോഗങ്ങൾ സ്ഥിരമായിട്ട് ഇവരെ അലട്ടുന്നതായും കാണുന്നുണ്ട്. അവർക്കും ഈ വിഷു വളരെ നല്ല രീതിയിൽ തന്നെ കടന്നു പോകും. പ്രത്യേകിച്ച് ശാരീരികമായ ചില അസ്വസ്ഥതകൾ, രോഗങ്ങൾ, വിട്ടുമാറാത്ത വേദനകൾ, സ്ഥാനഭ്രംശം, അലച്ചിൽ ഇതും ചെറിയ തോതിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അതിന് പരിഹാരമായി ശിവപ്രീതികരമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ആദ്യം സൂചിപ്പിച്ച ശനിദോഷ പരിഹാരത്തിൽ പറഞ്ഞ പരിഹാരങ്ങൾ തന്നെ മിഥുനക്കൂറുകാരും നടത്തുന്നത് പൊതുവെ സുഖകരമായി ഈ ഒരു വർഷം തരണം ചെയ്യുന്നതിന് സാധിക്കും. അടുത്തതായി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ പുണർതം കാല്, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പുണർത്തത്തിൻ്റെ ഫലങ്ങൾ പറഞ്ഞതുകൂടാതെ അവരിൽ നല്ലൊരു പങ്കും ആത്മാർത്ഥമായി സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും ബന്ധുമിത്രാദികളുമായി യോജിച്ചു പോകാൻ താല്പര്യമുള്ളവരും മതപരമായ കർമ്മങ്ങളിൽ താല്പര്യമുള്ളവരും മതനിഷ്ഠയുള്ളവരും ഒക്കെയാണെങ്കിലും അതോടൊപ്പം തന്നെ ഒരു പരിധിവരെ അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ വന്നു ഭവിക്കുന്നവരുമായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തത് പൂയം. പൂയം നക്ഷത്രം അല്പം രൂക്ഷതയുള്ള നക്ഷത്രമാണ്. ഇവർ ഈശ്വരാധീനമുള്ളവരും കാഴ്ചയിൽ തന്നെ വളരെ ഘനഗാംഭീര്യം തോന്നിക്കുന്നവരും അരോഗദൃഢഗാത്രരും ഏത് മേഖലയിലും എടുത്തു ചാടുന്നവരും അതിൽ പലതിലും വിജയിക്കുന്നവരും നേതൃത്വ ഗുണമുള്ളവരും മറ്റുള്ളവർക്ക് സഹായികളും അങ്ങനെ അനവധി ഗുണങ്ങൾ ഇവരിൽ കാണാം. അവർക്ക് ചില തടസ്സങ്ങൾ, ചെറിയ അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അത് കാരണം ഉണ്ടാകുന്ന മനോവിഷമങ്ങൾക്കൊക്കെ സാധ്യത ചെറുതായിട്ട് കാണുന്നുണ്ട്. പൊതുവേ അത്ര കുഴപ്പം പിടിച്ചതല്ലെങ്കിലും ചില കർമ്മങ്ങളിൽ നുഴഞ്ഞു നിന്നില്ലെങ്കിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകാനുള്ള സാധ്യത ചിങ്ങമാസത്തിന് ശേഷം വരാം. അതിനും പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, നെയ്വിളക്ക്, തുളസിമാല നടത്തുക. ചൊവ്വാഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള ഭദ്രകാളി, സുബ്രഹ്മണ്യൻ ഇവർക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ ഒരു 100 പാലും നടത്തുക. ഇത്രയും ചെയ്യുന്നത് പൊതുവെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ നല്ലതാണ്. അടുത്തതായി ആയില്യം. ആയില്യവും വളരെ നല്ല നക്ഷത്രവും
അല്പം രൂക്ഷതയുള്ളതാണെങ്കിലും പൊതുവെ മതപരമായ കാര്യങ്ങളിൽ വളരെ നിഷ്ഠയുള്ളവരും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും, എന്നാൽ ബന്ധുമിത്രാദികൾ അയൽക്കാരൊക്കെ അത്ര അനുകൂല സ്ഥിതി ഇവരോട് കാണിക്കാത്ത സാഹചര്യവും ഇവരിൽ പലരും കാണാം. പൊതുവെ അല്പം പിടിവാശിയും ഇവരിൽ കാണുന്നുണ്ട്. ചിലരെങ്കിലും പൊതുവിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതായും കാണുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ വലിയ ദുഃഖമില്ലാതെ കടന്നു പോകാവുന്ന ഒരു വർഷമാണ്. എങ്കിലും ചിലവുകൾ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നു ഭവിക്കാൻ സാധ്യത കാണുന്നു. നിഷ്ഠയായ ഈശ്വരകർമ്മങ്ങൾ ചെയ്യുന്നതിനും ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരാം. ശാരീരികമായിട്ടും ചിങ്ങം, തുലാം, വൃശ്ചികം മാസങ്ങളിൽ ചില ചെറിയ ചെറിയ രീതിയിലുള്ള രോഗങ്ങളുടെ സാധ്യതയും ഇവരെ അലട്ടാൻ സാധ്യത കാണുന്നു. വിഷ്ണു പ്രീതികരമായ മുൻപറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക, മറ്റ് ചില മുൻകരുതലുകൾ എടുക്കുന്നതും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ലതാണ്. ആരെയും വിശ്വസിച്ച് മുന്നോട്ട് പോകാതിരിക്കുന്ന ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഗുണം കിട്ടാത്തൊരു വർഷമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്തതായി ചിങ്ങക്കൂറാണ് നമ്മൾ പരിശോധിക്കുന്നത്. മകം, പൂരം, ഉത്രം, കാൽ. മകം നക്ഷത്രം പൊതുവെ എല്ലാ നല്ല കാര്യങ്ങൾക്കും മുഹൂർത്തം കാണുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന നക്ഷത്രം കൂടിയാണ്. പൊതുവെ വളരെ നല്ല നക്ഷത്രവും അവർ പ്രത്യേക സ്വഭാവ ഗുണമുള്ളവരും എല്ലാവരോടും സമനിലയിൽ പെരുമാറുന്നവരും സാമ്പത്തിക നേട്ടമുള്ളവരും അധ്വാനികളും പൊതുവെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാത്തവരുമായ ആൾക്കാരാണ് പൊതുവെ മകം നക്ഷത്രക്കാർ. ഇവരിൽ തന്നെ സ്ത്രീകൾ ഉത്തമമായ കുടുംബിനികളായി ജീവിതം നയിക്കുന്നതായിട്ടും കാണുന്നു. പുരുഷന്മാർ പൊതുവെ മകം നക്ഷത്രക്കാർ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ടും പല വിഷയങ്ങളിലും അവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതും സാധാരണയാണ്. നമുക്കല്പം ശ്രയണത തോന്നാമെങ്കിലും അങ്ങനെയല്ല. അവർക്കും അവരുടേതായ കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ പറയേണ്ടത്. അതോടൊപ്പം പൂരം നക്ഷത്രക്കാരെ വളരെ ശക്തിയുള്ളവരും ബുദ്ധിയുള്ളവരും നേതൃത്വ ഗുണമുള്ളവരും ഏത് കാര്യവും സ്വപ്രയത്നം കൊണ്ട് നേടിയെടുക്കാനുള്ള ഉത്സാഹികളും നേതൃത്വ സ്ഥാനത്തിന് അല്പം വളഞ്ഞ വഴി സ്വീകരിക്കുന്നതിന് പോലും തയ്യാറുള്ളവരും നന്മ നിറഞ്ഞവരുമാണ് പൊതുവെ പൂരം നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതം പൊതുവെ സ്വന്തം പരിശ്രമത്താൽ നല്ല നിലയിലെത്തുന്നതായി കാണുന്നുണ്ട്. അതുപോലെ അടുത്തത് ഉത്രം കാൽ. വളരെ ഉത്തമ നക്ഷത്രങ്ങളിൽ ഉത്തമ കാര്യങ്ങൾക്കെടുക്കുന്ന നക്ഷത്രത്തിൽപ്പെട്ടതുകൂടിയാണ് ഉത്രം കാൽ. ഉത്രം കാലിനും ഈ വർഷം പൊതുവെ നല്ലതാണ്. ശാന്തരും മറ്റുള്ളവരെ സഹായിക്കുന്ന താല്പര്യമുള്ളവരും സമൂഹത്തിൽ നിന്ന് പൊതുവെ ഒഴിഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നതിന് താല്പര്യം കാണിക്കുന്നവരും സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനുള്ള ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നതിൽ സമർത്ഥരും എല്ലാവർക്കും പ്രിയപ്പെട്ടവരുമാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ. ഈ 3 നക്ഷത്രക്കാർക്കും പൊതുവെ ഈ വർഷം വളരെ നല്ല ഫലങ്ങളാണ് പറയേണ്ടത്. എങ്കിലും മുൻ പറഞ്ഞതുപോലെ വിഷ്ണു പ്രീതികരവും ശിവപ്രീതികരവുമായ കർമ്മങ്ങൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നതും നല്ലത് തന്നെയാണ്. പറയത്തക്ക പ്രശ്നങ്ങളില്ലാതെ ഈ വിഷുഫലം ദോഷങ്ങളില്ലാതെയും ഗുണങ്ങൾ കൂടിയും കടന്നു പോകുന്നതാണ്.
അടുത്തതായി കന്നിക്കൂറാണ് നാം പരിശോധിക്കുന്നത്. കന്നിക്കൂറിൽ വരുന്ന ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര അര ഇത്രയും നക്ഷത്രങ്ങളാണ്. ഇതിൽ ഉത്രം മുക്കാൽ മുൻ പറഞ്ഞതുപോലെ ഉത്തമ ഗുണങ്ങളുള്ളവരും പരസ്പരം വളരെ സന്തോഷപ്രദമായി ജീവിതം നയിക്കുന്നവരും സാമൂഹികമായി എല്ലാവരെയും സന്തോഷത്തോടുകൂടി ഇടപെടുന്നവരും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നവരും സ്വപ്രയത്നത്താൽ എല്ലാം ഉണ്ടാക്കുന്നവരും അങ്ങനെ പല ഗുണങ്ങളുമുള്ള ഉത്രം നക്ഷത്രക്കാർ പൊതുവെ സൗമ്യരുമാണ്. അവർക്കും ഈ വർഷം പൊതുവെ കർമ്മപുഷ്ടി കാണും. തൊഴിൽ മേഖലയിൽ ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാം, ജോലിയുള്ളവർക്ക് പ്രമോഷൻ കിട്ടുക തുടങ്ങിയ ഗുണങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ വർഷം ഉണ്ടാകും, നിസ്സംശയം പറയാം. അതോടൊപ്പം തന്നെ നടുവേദന, കാലുവേദന, ചെറിയ ചെറിയ രോഗങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ രോഗങ്ങൾ ഈ വർഷം ഇടയ്ക്കിടയ്ക്ക് അലട്ടാനുള്ള സാധ്യതയും പറയണം. ഇവരിൽ അതുപോലെ ധനപരമായ കാര്യങ്ങളിൽ വരവുണ്ടെങ്കിലും ചിലവും സാമാന്യം അതോടൊപ്പം തന്നെ നിൽക്കുന്ന ദോഷങ്ങളൊക്കെ പറയണം. എങ്കിലും പൊതുവെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വിഷുഫലം അനുകൂല സ്ഥിതിയിലാണെന്ന് പറയാം. പരിഹാരം ചെറിയ തോതിലെങ്കിലും ചെയ്യുന്നതും നല്ലതാണ്. വിഷ്ണു പ്രീതികരവും ശിവപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ഈ വർഷം ചെയ്യുന്നത് നല്ലതാണ്. ശനി പ്രീതി അത്യാവശ്യവുമാണ്. ശിവക്ഷേത്രത്തിൽ പോവുക, മുൻ പറഞ്ഞതുപോലെ കൂളമാല, ജലധാര, പുറകു വിളക്കൊക്കെ നടത്തുക, രോഗങ്ങൾ നിസ്സാരമായി കാണാതെ മുൻകൂട്ടി തന്നെ അത് നീട്ടിവെച്ച് ദോഷമുണ്ടാകാത്ത രീതിയിൽ അതിനുള്ള ചികിത്സകൾ ചെയ്യാൻ മടിക്കരുത്. ചിങ്ങം കന്നിമാസത്തോടുകൂടി രോഗാവസ്ഥ ഇടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയും പറയണം. എങ്കിലും അങ്ങോട്ട് പോകും തോറും ഈ വർഷം അവർക്കും പൊതുവെ സംതൃപ്തികരമായ ഒരു ജീവിതം ഈ വർഷം നയിക്കാൻ കഴിയും എന്ന് പറയാം. അടുത്തതായി തുലാക്കൂർ, ചിത്തിര അര, ചോതി, വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാരുടെ ഫലമാണ് നാം പരിശോധിക്കുന്നത്. ചിത്തിര നക്ഷത്രക്കാരുടെ കാര്യം മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ പൊതുവെ അല്പം ജീവിതത്തിൽ പ്രയാസം കൂടുതൽ അനുഭവിക്കുന്നതായിട്ടാണ് ചിത്തിര നക്ഷത്രക്കാരെ പറയേണ്ടത്. അതുപോലെ പല വീടുകൾ മാറി താമസിക്കുക, പല തൊഴിലുകൾ മാറി മാറി ചെയ്യേണ്ടി വരിക, കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഫലം കിട്ടാതെ വരിക, പിടിവാശി മൂലം പല ഗുണങ്ങളും അനുഭവിക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളും ഇവരിൽ പലർക്കും കാണുന്നുണ്ട്. എങ്കിലും പടിപടിയായി ജീവിതത്തിൽ വിജയിക്കുന്നവരായിട്ടും ഇവരെക്കുറിച്ച് പറയാം. അടുത്തത് ചോതി. ചോതി നക്ഷത്രം പൊതുവെ നല്ലവരാണെങ്കിലും എല്ലാവർക്കും അവരെക്കുറിച്ച് ആ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല, പ്രത്യേകിച്ച് ബന്ധുക്കൾക്ക്. കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ അല്പം അലസത കാണിക്കുന്നതാണ് ഈ പേരുദോഷമുണ്ടാകാൻ കാരണം. അത് മാറ്റിയാൽ 100% നല്ല സ്വഭാവ ഗുണമുള്ളവരും സന്തോഷകരമായി ജീവിക്കുന്നതിന് താല്പര്യമുള്ളവരും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുന്നവരുമൊക്കെയായി അനവധി ഗുണങ്ങൾ ഈ നക്ഷത്രക്കാരിൽ കാണുന്നു. അതുപോലെ വിശാഖം മുക്കാൽ. വിശാഖം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് വളരെ ശുഷ്കാന്തിയായി 100% ഉത്തരവാദിത്തോടെ ചെയ്യുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകം താല്പര്യമാണ്. അതോടൊപ്പം സൗന്ദര്യം, പ്രശസ്തി, സാമ്പത്തികമായ അഭിവൃദ്ധി ഇതെല്ലാം ഇവരിൽ എന്നും ഉണ്ടാകുന്നതാണ്. അതുപോലെ സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മ, ഭാര്യ തുടങ്ങിയവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ഇവരെ പൊതുവെ ഉത്സാഹികളും കുശലരും
വളരെയധികം സന്തോഷത്തോടുകൂടി സമൂഹത്തിൽ ജീവിക്കുന്നവരും നേതൃത്വ ഗുണമുള്ളവരും, പൊതുവിൽ പറഞ്ഞാൽ ഭാഗ്യമുള്ളവരും സാമ്പത്തിക നേട്ടമുള്ളവരുമെല്ലാമാണ്. എങ്കിലും സാമ്പത്തികമായി അല്പം പിശുക്ക് കാണിക്കുന്നതും ഇവരുടെ ഒരു സ്വഭാവമാണ്. അങ്ങനെ വിശാഖം നക്ഷത്രക്കാർക്കും പൊതുവെ നല്ലൊരു വർഷം. ചിത്തിര, ബാക്കി ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്കും വിഷുഫലം പൊതുവെ നല്ലതായിട്ട് തന്നെ പറയണം. പരിഹാരം ചെയ്യത്തക്ക ദോഷഫലങ്ങൾ ഈ വർഷം അവരെ ബാധിക്കുന്നില്ല എങ്കിൽ പോലും ചെറിയ പരിഹാരങ്ങൾ നിത്യവും ചെയ്യുന്നത് പോലെ തന്നെ ശിവഭജനം, വിഷ്ണുഭജനം, ദേവീഭജനം ഇതൊക്കെ മുടങ്ങാതെ പോകുന്നത് ഭാവിയിലും ഗുണമുണ്ടാക്കും. അതിനാൽ അത് തുടരുക എന്ന് മാത്രം. അടുത്തത് വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. മറ്റു പറഞ്ഞ കൂറുകാരെ അപേക്ഷിച്ച് അത്ര മെച്ചമായ ഒരു വിഷുഫലം ഇവരിൽ പറയാൻ ഈ വർഷം ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്താൽ ദോഷഫലങ്ങൾ വളരെയധികം കുറയ്ക്കാൻ കഴിയും. വളരെയധികം ചിലവുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. സാമ്പത്തികമായി ഞെരുക്കം കൂടുതൽ അനുഭവിക്കുന്ന ഒരു വർഷമായിട്ട് പറയേണ്ടി വരും. സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുണ്ടാകുക, കബളിപ്പിക്കപ്പെടുക, സാമ്പത്തിക പ്രശ്നങ്ങളിൽ കേസുകളുണ്ടാവുക, പ്രതീക്ഷയ്ക്കൊത്ത ഒരു കാര്യങ്ങളും നടക്കാതെ വരിക, സന്താനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുക തുടങ്ങിയ ചില ചില്ലറ പ്രശ്നങ്ങൾ ഈ വർഷം ഈ പറഞ്ഞ നാളുകാർക്ക് ഉണ്ടാകുന്നതാണ്. തുലാം വൃശ്ചിക മാസം മുതൽ അങ്ങോട്ട് ഒരു 4 മാസം ഈ ഫലങ്ങൾ ഇവരിൽ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയും പറയണം. പരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ മാസത്തിൽ പാൽപ്പായസം, നെയ്വിളക്ക്, തുളസിമാല, ഗണപതി ഹോമം, സർവകാര്യ തടസ്സങ്ങളും ചെറിയ തോതിൽ പറയണം. അപ്പോൾ ഗണപതി ഹോമം നിർബന്ധമാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാലയും ജലധാരയും നടത്തുക. ദേവിക്ക് മാസത്തിൽ രക്തപുഷ്പാഞ്ജലിയൂടെ നടത്തേണ്ട സാഹചര്യം ഈ വർഷം കാണുന്നു. മധ്യഭാഗം ഒഴിച്ചാൽ പൊതുവെ അവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാൻ കഴിയും. ഈ പരിഹാരങ്ങൾ നിഷ്ഠയായിട്ട് ചെയ്യുകയും അല്പം സൂക്ഷ്മതയോടുകൂടി ഈ 6-7 മാസം ശ്രദ്ധിച്ച് സാമ്പത്തിക കാര്യങ്ങൾ വിശേഷാൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഏറാൻ സാധ്യത കാണുന്നു. അവർക്കും എങ്കിലും ഇതെല്ലാം അനുഷ്ഠിച്ചാൽ ഈ വിഷുഫലം നേരെയാക്കി എടുക്കാൻ കഴിയും എന്ന് നിസ്സംശയം പറയാം. അടുത്തതായി ധനുക്കൂറിൻ്റെ കാര്യം നമുക്ക് പരിശോധിക്കാം. ധനുക്കൂറിൽ മൂലം നക്ഷത്രം, പൂരാടം നക്ഷത്രം, ഉത്രാടം, കാൽ ഇത്രയുമാണ്. ഇതിൽ മൂലം നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം ആദ്യമായി പരിശോധിക്കാം. ഇവർ പൊതുവെ അഭിമാനികളും ഉത്സാഹികളും സ്വപ്രയത്നത്താൽ ഔന്നത്യത്തിലെത്തുന്നവരും വളരെയധികം കഷ്ടപ്പെടുന്നതിന് മനസ്സുള്ളവരും ദയാലുക്കളും സത്യസന്ധരും സ്വന്തം കർമ്മങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നവരും അങ്ങനെ എല്ലാ രീതിയിലും ഒരു അനുകരണീയമായ വ്യക്തിത്വമുള്ള വ്യക്തികളാണ് മൂലം നക്ഷത്രക്കാർ. പൊതുവെ ഇവരെ വാതരോഗങ്ങൾ അലട്ടുന്നതായിട്ട് പൊതുവിൽ കാണുന്നു. ഈ വർഷം പൊതുവെ മൂലം നക്ഷത്രക്കാർക്ക് കാര്യസാധ്യം വളരെ കൂടുതലായി കാണുന്നു. അപ്രതീക്ഷിതമായ ചില ധനാഗമങ്ങളുണ്ടാകുക, ബന്ധുക്കൾ പൂർവിക സ്വത്ത് അനുഭവിക്കാൻ കഴിയുക, അതുപോലെ രോഗങ്ങൾ വലുതായി അലട്ടാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. എങ്കിലും വൃശ്ചികമാസത്തിന് ശേഷം
ഇവർക്ക് ചെറിയ ചെറിയ അപകടങ്ങളോ ചെറിയ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. പ്രധാനമായി വിഷ്ണുഭജനം കൂടാതെ ശനിക്കും കണ്ടകശനി എന്ന നിലയിൽ മുൻ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തു ദോഷനിവൃത്തി വരുത്തിയാൽ വിഷുഫലം 75% അവർക്കും അനുകൂലമായി ഭവിക്കും. അടുത്തതായി മകരക്കൂർ, ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടമര ഇത്രയും നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത്. ഇതിൽ ഉത്രാടം നക്ഷത്രം പൊതുവെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എടുക്കുന്ന നക്ഷത്രം. കൂടാതെ ഇവരിലും ആ നന്മ നിറഞ്ഞ ആൾക്കാരായിട്ടാണ് കാണുന്നത്. ഉത്രാടത്തിന് ഉത്സാഹം വളരെ കൂടുതലുള്ളവരും സന്തോഷപ്രദമായി ജീവിക്കുന്നവരും സത്യസന്ധരും പരോപകാരം ചെയ്യുന്നവരും പൊതുവിൽ സമൂഹത്തിൽ വലിയ പ്രാധാന്യം ആഗ്രഹിക്കാത്തവരും ആയ ഇക്കൂട്ടർ ഈ വർഷം വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി വിഷുഫലത്തിൽ അനുഭവിക്കാവുന്നതായി കാണുന്നു. തിരുവോണം ആണ് അടുത്ത നക്ഷത്രം. തിരുവോണം പറയുന്നത് പോലെ, ഓണം പോലെ എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരിൽ സന്തോഷമുണ്ടാക്കുക, സൗഹൃദം വ്യാപിപ്പിക്കുക, അത് നിലനിർത്തുക, സാമ്പത്തിക കാര്യങ്ങളിൽ ഉദാരമനസ്കരായിരിക്കുക, അങ്ങനെ അധികം എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന തിരുവോണക്കാർ എവിടെ ചെന്നാലും എല്ലാവർക്കും പ്രീതിയുള്ളവരായിട്ട് മാറും. അവർക്കും പൊതുവെ ഈ വർഷം വളരെ അനുകൂലമാണ്. എങ്കിലും ഈശ്വരപ്രീതികരമായ കാര്യങ്ങൾ കുറവ് വരുത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഭാവിയിലും അതിൻ്റെ ഗുണം നമുക്കുണ്ടാകും. അവിട്ടം അര, ആദ്യത്തെ 30 നാഴികയിൽ വരുന്ന അവിട്ടത്തിൻ്റെ അരഭാഗത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം ഈ പറഞ്ഞ പോലെ അനുകൂല സ്ഥിതിയാണ്. കലാപരമായി ഈ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകാൻ സാധ്യത കാണുന്നു. ചെറിയ രീതിയിൽ ഈ വർഷത്തിൻ്റെ അവസാനം 4 മാസം ചില്ലറ സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഒക്കെ ചെറിയ തോതിൽ അലട്ടാനുള്ള സാധ്യതയും കാണുന്നു. എങ്കിലും കലാപരമായ രംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ഈ വർഷം ചില അവാർഡുകളോ സന്തോഷകരമായ ചില മുഹൂർത്തങ്ങളോ കീർത്തിയുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും പറയണം. പിന്നെ ഏഴര ശനിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇവർ മോചിച്ചിട്ട് ഇല്ലെങ്കിലും താമസമില്ലാതെ അതിൽ നിന്ന് മോചിക്കുന്നതിൻ്റെ ഒരു ആശ്വാസവും അവിട്ടം നക്ഷത്രക്കാരിൽ കാണുന്നുണ്ട്. അടുത്തതായി കുംഭക്കൂർ, അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗത്തുള്ള 30 നാഴിക വരുന്ന ഭാഗം, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം ഇത്രയുമാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇതിൽ അവിട്ടം നക്ഷത്രക്കാരുടെ ഫലം മുൻ പറഞ്ഞതുപോലെ പൊതുവെ കലാപരമായും സമൂഹത്തിലും ഗൃഹത്തിലും എല്ലാം സന്തോഷവും സൗഖ്യവും സ്വന്തം പ്രയത്നം കൊണ്ട് മറ്റുള്ളവരെയും ആ സന്തോഷങ്ങളിൽ പങ്കാളിയാക്കുന്ന തൽപരരും ഉത്സാഹികളും ധർമ്മനിഷ്ഠയുള്ളവരും പൊതുവിൽ ഉത്തമ ജീവിതം നയിക്കുന്നവരുമാണ് ഇക്കൂട്ടർ. അവർക്കും ഈ പറഞ്ഞതുപോലെ ഏഴര ശനിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിക്കാത്തതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ എങ്കിലും രോഗാവസ്ഥയുള്ളവരിൽ അതിനിറക്കം ഈ വർഷം പ്രതീക്ഷിക്കാം. എങ്കിലും ചില്ലറ തടസ്സങ്ങളും ചില്ലറ ദുരിതങ്ങളും ചെറിയ തോതിൽ അപവാദങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഈ വർഷം പൊതുവിൽ ഉണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹത്താൽ ഇത് തരണം ചെയ്യാൻ കഴിയും. എല്ലാം ഉത്തമമാണ് എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്പം കരുതലെടുത്താൽ ഈ വർഷം സമാധാനത്തോടെ കടന്നു പോകാൻ ഈ കൂറുകാർക്കും കഴിയും. ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ ഇതെല്ലാം നിസ്സാരമായി പരിഹരിക്കാൻ കഴിയും
എന്ന് നിസ്സംശയം പറയാം. അടുത്തായി ചതയം നക്ഷത്രക്കാർ പൊതുവെ ഈ അല്പം ഉത്സാഹക്കുറവുള്ളവരും കാര്യങ്ങൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യണമെന്ന് താല്പര്യം ഇവരിൽ പലർക്കും കാണാറില്ല. വളരെ നന്മയുള്ളവരാണ്, പക്ഷേ അത് കൂടുതൽ പ്രകടിപ്പിക്കാനോ ഒന്നും ഇവർക്ക് താല്പര്യം കാണുന്നുമില്ല. ഇവർ സമൂഹത്തിൽ പേരോ പ്രശസ്തിയോ ആഗ്രഹിക്കാത്തവരും എന്നാൽ വളരെ ചെറിയ തോതിൽ സന്തോഷപ്രദമായി ജീവിതം നയിച്ചു പോകുന്ന ഒരു രീതിയാണ് പൊതുവിൽ കാണുന്നത്. ശാരീരികമായിട്ട് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഈ വർഷം ഇവരെ അലട്ടാനുള്ള സാധ്യത പറയണം. എങ്കിലും മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ ഭേദപ്പെട്ട ഒരു വർഷം തന്നെയാണ് ഇവർക്കും. അതുപോലെ പൂരുരുട്ടാതി മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കൂറിൽ ഉൾപ്പെട്ട പൂരുരുട്ടാതി മുക്കാൽ ഭാഗത്തിൽ വരുന്ന ഇവർക്കും പൊതുവിൽ ഈ വർഷം ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ചെറിയ തടസ്സങ്ങൾ ഒക്കെ ഈ വർഷം ഉടനീളം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ഈശ്വരാരാധന കൊണ്ടും നിഷ്ഠയായ ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക, പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, ആരോടും ഏറ്റുമുട്ടാൻ തയ്യാറാവാതിരിക്കുക, ഏത് പ്രവൃത്തിക്ക് മുൻപും കാലം പൂർണ്ണമായ അനുകൂലത്തിലല്ല എന്ന് മനസ്സിലാക്കുക, ശിവഭജനം കാര്യമായി തന്നെ ചെയ്യുക, ശിവൻ, അയ്യപ്പൻ, ഹനുമാൻ ഇതിലേതെങ്കിലും ഒരു ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതം പിടിക്കുക, കറുത്ത വസ്ത്രം ധരിക്കുക, ഇങ്ങനെ അല്പം നിഷ്ഠയോടുകൂടി ശനിപ്രീതികരമായ കാര്യങ്ങൾ, കാക്കയ്ക്ക് ഭക്ഷണം നൽകുക, ഇതൊക്കെ ആവാം. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൂടി ഈ കർമ്മപ്രതിബന്ധത്തെ ചെറുതാക്കാനും ദുഃഖകരമായ ശാരീരികാവസ്ഥയിൽ നിന്ന് വളരെയധികം മാറ്റം വരുത്താനുമെല്ലാം ഈ കൂറുകാർക്ക് ഈ വർഷം കഴിയും. അതിനാൽ ഈ പരിഹാരങ്ങൾ നിഷ്ഠയോടുകൂടി തന്നെ ചെയ്യുക. ഈ മാറ്റി വെക്കുന്ന ഒരു പ്രവണത ഈ കൂറുകാർക്ക് ഈ വർഷം കാണുന്നുണ്ട്. അതിൽ നിന്ന് മോചിതരാകുക. യഥാസമയം ഈ പ്രതിവിധികൾ ചെയ്താൽ ദോഷഫലങ്ങൾ പരമാവധി കുറയുകയും സുഖകരമായ ഒരു വർഷം കടന്നു പോകുന്നതിന് സാധിക്കുകയും ചെയ്യും. അവസാനത്തെ കൂറായ മീനക്കൂറിൻ്റെ ഫലം പരിശോധിക്കാം. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ പൊതുവെ കഠിനപ്രയത്നം ചെയ്യുന്നവരും വളരെ സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഫലം കിട്ടാത്തവരുമാണ്. ഇവർ പൊതുവിൽ അരോഗദൃഢഗാത്രരും സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങളെ വകവയ്ക്കാത്തവരും ഏത് കാര്യത്തിനും എടുത്തു ചാടുന്നവരും ഉത്സാഹികളുമാണ്. വളരെ ധാർമ്മിക കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുക, ഗൃഹത്തിൽ സന്തോഷപ്രദമായ കാര്യങ്ങൾക്കെല്ലാം ഉത്സാഹമായിട്ട് സംഘടിപ്പിക്കുക, പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് അവിടെയും തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുക, ഇതൊക്കെ ഇവരിൽ കാണുന്ന ഉത്തമ ഗുണങ്ങളാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രവും വളരെയധികം ഗുണങ്ങളുള്ളതും വളരെ സന്തോഷപ്രദവുമായ ജീവിതം നയിക്കുന്നവരിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി. ഇവരിൽ മിക്കവർക്കും ശാരീരിക സുഖം, ഭക്ഷണസുഖം, കുടുംബജീവിതത്തിലെ സുഖം ഇതെല്ലാം കൂടുതൽ കിട്ടാൻ യോഗമുള്ളവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുമായ ആൾക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഇവർക്ക് സന്തോഷപ്രദമായി ജീവിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ദുഃഖകരമായ അവസ്ഥകളിൽ നിന്ന് എപ്പോഴും മാറി സഞ്ചരിക്കുന്ന ഇവരെ നല്ല നിലയിൽ ജീവിതം കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ രേവതി നക്ഷത്രക്കാർക്കും ഈ വർഷം പൊതുവെ നല്ലൊരു വർഷമാണ്. അവരിലും ഈ പറഞ്ഞതുപോലെ തന്നെ
ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകുന്നു. രോഗാവസ്ഥകൾ ചിലർക്കെങ്കിലും മൂർച്ഛിക്കാനുള്ള സാധ്യത, വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാതടസ്സം ഉണ്ടാകാനുള്ള സാധ്യത, കാര്യപ്രതിബന്ധം ഒക്കെ ഈ കൂട്ടിൽ ഈ വർഷം കാണുന്നു. അനുകൂല സ്ഥിതിയിൽ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കാഠിന്യം കുറയുമെങ്കിലും ശനിയുടെ യാത്രയിലെ ദുർഘടം പിടിച്ച ഒരു ഘട്ടത്തിലാണ് എന്നതിനാൽ രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കുക, സുഹൃത്ത് ബന്ധങ്ങളിൽ വളരെ കരുതലോടെ ഇടപെടുക, സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാവരെയും വിശ്വസിച്ച് ചാടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിയന്ത്രിക്കുന്നത് ഈ വർഷം ഗുണം ചെയ്യും. എങ്കിലും പൊതുവെ ഈശ്വരാധീനം ഇവർക്ക് നല്ലതുപോലെ ഉള്ളതിനാൽ ഈ വർഷം സുഖപ്രദമായി കടന്നു പോകുന്നതിന് സംശയമില്ല. എങ്കിലും ഈ വർഷം ഉടനീളം മീനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം അശ്രദ്ധ കൊണ്ട് ദോഷഫലം ഗുണഫലത്തെ കവർ ചെയ്യാനുള്ള സാധ്യത ഈ വർഷം കാണും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നു. നമ്മുടെ നിഷ്ഠയായ ജീവിതവും ഈശ്വരാരാധനയും ശ്രദ്ധയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള താല്പര്യവുമെല്ലാം ദോഷഫലങ്ങളെ കുറച്ച് എല്ലാ കൂറുകാർക്കും വിഷുഫലം ഉത്തമമായി തീരും. നാം എല്ലാം അതിനുവേണ്ടി പ്രയത്നിക്കുക. ഈശ്വരാരാധനയും നിഷ്ഠയും സൽക്കർമ്മങ്ങളും സദ്ഗുണങ്ങളും അന്യരെ പരമാവധി സഹായിക്കുക. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. പരപീഡനം ചെയ്യാതിരിക്കുക ഉപകാരം ചെയ്തില്ലെങ്കിലും. അങ്ങനെ നല്ല ഒരു ജീവിതത്തിൽ കൂടി എല്ലാ വിഷുഫലങ്ങളും കൂടുതൽ നന്മയിലാക്കും എന്ന് പ്രതിജ്ഞയെടുക്കാൻ ഈ വർഷത്തെ വിഷു നമുക്ക് പ്രചോദനമാകട്ടെ. എല്ലാവർക്കും എൻ്റെ വിഷു മംഗളാശംസകൾ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. എല്ലാ കുടുംബങ്ങളും ഐശ്വര്യ അഭിവൃദ്ധിയാൽ സന്തോഷപുളകിതരാകട്ടെ. അതിന് ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.